ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മുടെ തരുണാണെങ്കിൽ വേദയുടെ കുഞ്ഞിനെ ഉറക്കുന്ന സമയത്ത് വേദയുടെ കുഞ്ഞാണ് എന്നുള്ള സത്യം പറയാൻ വേണ്ടിയിട്ട് പിറകെ ഇങ്ങനെ വന്ന് നിൽക്കുക. തരുണ് കാണുന്നില്ല കേട്ടോ. അന്നേരം വേദയുടെ കുഞ്ഞിനോട് പറയുന്നുണ്ട് തരുണ്, രാധിക പോയതിന് ശേഷം ജീവിക്കാനുള്ള ആ ഒരു ഇത് തന്നത് നിന്റെ കുഞ്ഞിക്കാലടിയാ, അതുകൊണ്ട് അച്ഛൻ ഈ നെഞ്ചോട് ചേർത്ത് അത് പച്ച കുത്തിയിരിക്കുന്നതെന്നൊക്കെ പറയുമ്പോഴേക്കും നമ്മുടെ വേദ അത് കേൾക്കുമ്പോൾ വേദയ്ക്കാണെങ്കിൽ ഭയങ്കര ഷോക്കായി പോവാണ് കേട്ടോ. കുഞ്ഞിൻ്റെ കാല് വരെ പച്ച കുത്തി വെച്ചിരിക്കുകയാണല്ലോ അത് കണ്ടിട്ട്. അപ്പോൾ പെട്ടെന്ന് അങ്ങ് ഡോറ് തള്ളിപ്പോട്ടോ. അതിൻ്റെ ശബ്ദം കേട്ടിട്ട് തരുണ് നോക്കുമ്പോൾ വേദയെ കാണും. എന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ കുഞ്ഞിനെ ഓർക്കാൻ വേണ്ടിയിട്ട് വന്നതെന്ന് പറയും. കുഞ്ഞുറങ്ങി. ഞാൻ പറഞ്ഞ കഥകളൊക്കെ കേട്ടിട്ട് ഉറങ്ങിപ്പോയി. അവളുടെ മനസ്സിലിപ്പോൾ ആ സന്ദർഭങ്ങളൊക്കെ ആയിരിക്കും. അല്ലെങ്കിലും കഥകളൊക്കെ കേട്ട് വളരുന്ന കുട്ടികൾ ഒരിക്കലും ചീത്തയാവില്ല വേദ, അങ്ങനെ തന്നെയല്ലേ? അതേന്ന് പറയാണ്. ഞാൻ 10ാം ക്ലാസ് വരെ നാട്ടിലൊരു സ്കൂളിലായിരുന്നു പഠിച്ചത്. അത് കഴിഞ്ഞ് CBSEയിലേക്ക് മാറി. ആ സമയത്ത് 7ാം ക്ലാസ്സിൽ ഒരു അധ്യാപകൻ വന്നു, കണക്കധ്യാപകൻ. അദ്ദേഹം കണക്ക് പഠിപ്പിച്ചിരുന്നത് കഥകളിലൂടെയാണ്. അദ്ദേഹത്തിന്റെ പേര് സുധാകര മാഷ്. എന്ന് കേട്ടതും നമ്മുടെ വേദ ആകെ ഷോക്കായി പോവാണ് കേട്ടോ. അദ്ദേഹത്തെ എനിക്ക് ഒരിക്കലും മറക്കാൻ വേണ്ടിയിട്ട് പറ്റൂല. അക്കാലത്തല്ലാതെ അദ്ദേഹത്തെ ഞാൻ പിന്നീട് ഒരിക്കലും കണ്ടിട്ടില്ല വേദ. ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടാവോ? എൻ്റെ ഒരാഗ്രഹം എന്നത് എൻ്റെ കുഞ്ഞിക്ക് ഏറ്റവും നല്ല ബാല്യകാലം കൊടുക്കണം എന്നാ. കഥകളും കവിതകളും എത്രത്തോളം കിട്ടുമോ അത്രത്തോളം ഞാൻ അവളെ പറഞ്ഞു കൊടുക്കും. പണ്ടുണ്ടാവുന്ന ഓരോ പോറലിൽ നിന്നാണ് നമ്മുടെ ഭാവി നിർണ്ണയിക്കപ്പെടുന്നത്. അതുപോലെ ചെറിയൊരു പോറൽ പോലും എൻ്റെ കുഞ്ഞിക്ക് ഏൽപ്പിക്കാൻ ഞാൻ തയ്യാറല്ല. അവളെ ചീത്ത കാഴ്ചകളിൽ നിന്ന് മറച്ചു പിടിക്കും ഞാൻ എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ നമ്മുടെ വേദ ഇങ്ങനെ സ്റ്റക്കായി നിന്ന് പോവാ. വന്ന കാര്യം ഒന്നും പറയത്തില്ല കേട്ടോ വേദ. അന്നേരം തരുണ് പറയും, വേദ ഇനി കുഞ്ഞിൻ്റെ അടുത്തേക്ക് പോണ്ട, അവൾ ഉറക്കമായല്ലോ, ഇനി 1 മണിക്കൂർ കഴിഞ്ഞ് അവൾ ഉണരൂ. അന്നേരം അച്ഛൻ്റെ മുഖം തന്നെ അവൾ കണ്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് വാതിൽ അങ്ങ് അടയ്ക്കാണ് കേട്ടോ. വേദ പുറത്തും. വേദ അന്നേരം കരയുന്നുണ്ട്. പിന്നീട് വേദയാണെങ്കിൽ റൂമിൽ പോയിരുന്ന് കരയാണ്. അങ്ങോട്ടേക്ക് നമ്മുടെ സേതുലക്ഷ്മി അമ്മ ചെല്ലാണ് കേട്ടോ. എന്നിട്ട് ചോദിക്കും, മോള് പറഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ കരയും കേട്ടോ. അന്നേരം ഞാൻ വളരെ ഭയപ്പെട്ടിരുന്നു, അവൻ എന്താ ചെയ്യുക എന്നും വെച്ച്. അവനെ 2 സ്വഭാവം ഉള്ളത്. ഒന്നുകിൽ ഈ വീട് പൊളിക്കുന്നത് വരെയുള്ള ബഹളം വയ്ക്കൽ, അല്ലെങ്കിൽ ആകെ തകർന്ന് തരിപ്പണായിട്ട് ആരോടൊന്നും മിണ്ടാതെ ദിവസങ്ങളോളം റൂമിൽ ഇങ്ങനെ ഇരിക്കും. ഇത് രണ്ടും ഞാൻ രാധിക മോള് വരുന്നതിന് മുൻപേ അനുഭവിച്ചിട്ടുണ്ട്. ഞാനാകെ പേടിച്ചാണ് അവൻ്റെ റൂമിലേക്ക് പോയത്. പക്ഷെ അവിടെ ചെന്നപ്പോൾ അവൻ ഒന്നും സംഭവിക്കാത്തതുപോലെ മോളെയും നോക്കി കുത്തിയിരിക്കുന്നു. മോൾ എന്താ അവനോട് പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ, അമ്മേ ഞാനൊന്നും പറഞ്ഞില്ല, എനിക്കൊന്നും പറയാൻ വേണ്ടി പറ്റിയില്ല. സ്വന്തം മകളാണെന്ന് കരുതിയിട്ട് ആ പച്ച കുത്തി വെച്ചിരിക്കുന്നത് നെഞ്ചത്താ. നല്ല മകളായി വളരാൻ വേണ്ടിയിട്ട് പല കഥകളും പറഞ്ഞു കൊടുക്കുക ആ മനുഷ്യൻ. അദ്ദേഹത്തോട് ഞാൻ എന്ത് പറയാനാ? എനിക്കൊന്നും പറയാൻ വേണ്ടിയിട്ട് പറ്റിയില്ല അമ്മ എന്നങ്ങ് പറയുമ്പോൾ നമ്മുടെ സേതുലക്ഷ്മി അമ്മ നമ്മുടെ വേദയെ തോളിലേക്ക് ആക്കിയിട്ട് പറയും, വേദ കരയല്ല മോളെ, നമുക്കേ സമാധാനമായിട്ട് പതുക്കെ പറയാം, കുറച്ച് ദിവസം കൂടെ കഴിയട്ടെ മോളെ എന്ന് പറയുമ്പോൾ വേദ എന്ന് പറയണേ. അങ്ങനെ വേദയും തരുണും സേതുലക്ഷ്മിയും കൂടെ കുഞ്ഞിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോവാണ്. അവിടെ ചെല്ലുമ്പോൾ ഡോക്ടർ ചോദിക്കും, ഇപ്പോഴും തരുണ് കുഞ്ഞ് സ്വന്തം അല്ലാന്ന് അറിഞ്ഞിട്ടില്ല അല്ലേ എന്ന്. ഇല്ല ഡോക്ടർ എന്ന് പറയുമ്പോൾ, ഇത് വലിയ കോംപ്ലിക്കേഷൻ ആവേ, അത് ഞാൻ മനസ്സിലാക്കുന്നു ഡോക്ടർ എന്ന് പറയണ വേദ. നിങ്ങൾ എന്തുകൊണ്ടാണ് ആ സത്യം മൂടി വെക്കുന്നേ? കുഞ്ഞിന്റെ കാലടിയൊക്കെ പച്ചകുത്തി വെക്കുക എന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹം എത്രത്തോളം വലിയൊരു പിതാവായിട്ട് നിൽക്കാന്ന് നിങ്ങൾക്ക് അറിയത്തില്ലേ? എല്ലാം മനസ്സിലാക്കുന്നു, പക്ഷെ തരുണിനെ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കുന്ന എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല ഡോക്ടർ എന്നൊക്കെ പറയുമ്പോൾ സേതുലക്ഷ്മിയും പറയുന്നുണ്ട്, അവനെ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കുന്ന അറിയത്തില്ല ഡോക്ടറെ എന്ന്. അന്നേരം ഡോക്ടർ പറയും, നിങ്ങളൊരമ്മയാണ്, അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നു. അതുപോലെ ഒരമ്മ തന്നെയാണല്ലോ വേദ, അവളെക്കുറിച്ചും നിങ്ങൾ ചിന്തിക്കണ്ടേ എന്നൊക്കെ ചോദിക്കുകയാണ്. അന്നേരം വേദയും പറയുന്നുണ്ട് കേട്ടോ, എന്തെങ്കിലും ഒരു ഉപായം കണ്ടേ മതിയാകും തരുണിനെ ബോധ്യപ്പെടുത്താൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഡോക്ടർ പറയുന്നുണ്ട്, ഒരു സൈക്കോളജിസ്റ്റിനെ കണ്ടിട്ട് തരുണിനെ ബോധ്യപ്പെടുത്താൻ കാര്യങ്ങൾ. അന്നേരം സേതു പറയും, ഞാൻ എങ്ങനെയാ ഈ സമയത്ത് അവനോടൊരു സൈക്കോളജിസ്റ്റിനെ കാണിക്കാൻ വേണ്ടിയിട്ട് പറയുന്നേ? വീണ്ടും നമ്മുടെ ഡോക്ടർ ഓരോന്നും പറയുമ്പോൾ സേതു ലക്ഷ്മി പറയുന്നുണ്ട്, ഞങ്ങൾ എങ്ങനെയെങ്കിലും തരുണിനെ സൈക്കോളജിസ്റ്റിനെ കാണിച്ച് ബോധ്യപ്പെടുത്തിക്കോളാം, ഞങ്ങളൊരു വഴി നോക്കട്ടെ ഡോക്ടറെ, എന്നാൽ ഞങ്ങൾ പോട്ടെ എന്ന് പറഞ്ഞിട്ട് അവർ പോകുവാണ് കേട്ടോ. പോയി ഇങ്ങനെ ഇറങ്ങി വരുന്ന സമയത്ത്, അങ്ങനെ അവർ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് അവിടെ ആ ഹോസ്പിറ്റലിൽ ഇപ്പോഴും വേദയെ തെരഞ്ഞ ഗുണ്ടകളുണ്ട് കേട്ടോ. അവരാ
ഡോറിൻ്റെ അവിടെ ഇങ്ങനെ നിൽക്കുന്നത് വേദ കാണും. അന്നേരം വേദ പറയും, അമ്മേ വേഗം വാ വേഗം വാ പെട്ടെന്ന് എന്നൊക്കെ പറയുമ്പോഴേക്കും പെട്ടെന്ന് ഒരു ഗുണ്ട നോക്കുന്നത് വേദയുടെ ഒരു സൈഡിലോട്ടാണ് കേട്ടോ. അന്നേരം അയാൾക്ക് മനസ്സിലാവുന്നുണ്ട് അത് വേദയും കുഞ്ഞും തന്നെയാണെന്ന്. പിറകെ പോകുവാണ്. അന്നേരം വേദ ഒരു റൂമിന്റെ ഉള്ളിലേക്ക് പോയിട്ട് സേതുലക്ഷ്മിയോട് പറയും, കുഞ്ഞിനെ പിടിക്കാമേ, എന്നിട്ട് പെട്ടെന്ന് തന്നെ ഇവിടുന്ന് പുറത്തേക്ക് കിടക്ക് എന്ന് പറയുമ്പോൾ എന്താ മോളെ എന്നൊക്കെ ചോദിക്കുമ്പോൾ വീണ്ടും നിർബന്ധിക്കുകയാണ് കേട്ടോ. അങ്ങനെ സേതുലക്ഷ്മി ആദ്യം കുഞ്ഞിനെയും കൊണ്ട് പുറത്തേക്ക് പോകുന്നു. അവരൊക്കെ ഈ ഗുണ്ടകൾ നിരീക്ഷിക്കുന്നുണ്ട് കേട്ടോ. അവസാനം വേദ പുറത്തേക്ക് പോവും. ഷോൾ എടുത്ത് തലയിലൂടെ ഇടും. അപ്പോഴേക്കും വേദയുടെ പിന്നാലെ ആ ഗുണ്ടകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവസാനം വേദ ഓട്ടം തുടരും കേട്ടോ. അങ്ങനെ ഒരു സ്ഥലത്ത് എത്തുമ്പോൾ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഗുണ്ടകൾ വേദയെ പിടിക്കാൻ വേണ്ടിയിട്ട് വരിക. വേദ കുടുങ്ങി എന്ന് വിചാരിക്കുമ്പോൾ നമ്മുടെ തരുൺ വന്ന അടിയോടടിയാണ് കേട്ടോ. എന്നിട്ട് വേദയോട് പറയും, അമ്മയുടെ അടുത്തേക്ക് ചെല്ല്, അമ്മ റിസപ്ഷനിലുണ്ടെന്ന് പറയും. അങ്ങനെ വേദ പെട്ടെന്ന് തന്നെ അമ്മയുടെ അടുത്തേക്ക് പോകും. അന്നേരം അമ്മ ചോദിക്കും, എന്താ മോളെ, ആരാ അത്? ഓ അവരാണോ? എന്നിട്ട് നീ എങ്ങനെ രക്ഷപ്പെട്ടു എന്ന് പറയുമ്പോൾ നമ്മുടെ വേദ പറയും, അപ്പോഴേക്കും തരുണ് വന്നു എന്ന്. അയ്യോ അവനെങ്ങനെ മനസ്സിലായി? അതൊന്നും അറിയത്തില്ല അമ്മയെന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് തരുണ് വരുന്നുണ്ടേ. ആ ഗുണ്ടകളൊക്കെ പോലീസിനെ ഏൽപ്പിച്ചിട്ട് എന്നിട്ട് പോകാം എന്ന് പറയാണ്. അങ്ങനെ പോകുന്നത് ഒരു അമ്പലത്തിലേക്കാണ് കേട്ടോ. അവിടെ ചെന്ന് പ്രാർത്ഥനയൊക്കെ കഴിയുമ്പോൾ വേദ പറയും അമ്മയോട് ചോദിക്കാൻ വേണ്ടിയിട്ട്. അന്നേരം സേതുലക്ഷ്മി ചോദിക്കും, തരുൺ, രാധിക മരിക്കുന്നതിന് മുൻപേ നിങ്ങളെ ഫോളോ ചെയ്ത ഗുണ്ടകളാണോ ഇപ്പോഴും നീ വന്നത് എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ തരുൺ പറയും, അവരൊക്കെ സബ് ജയിലിലെ അമ്മ, ഇപ്പോൾ വന്ന ഗുണ്ടകളെ വേദയെ അന്വേഷിച്ചെന്ന് പറയുമ്പോൾ ആകെ ഞെട്ടിപ്പോവാണ് വേദ നമ്മുടെ കൂടെ ഉണ്ടാവുന്നതേ എൻ്റെ കുഞ്ഞിന് ദോഷം ചെയ്യും. ഇനിയും ആരെങ്കിലും വരാനുണ്ടോ വേദ എന്ന് ചോദിക്കുമ്പോൾ വേദയാകെ തലയും താഴ്ത്തി നിൽക്കുക കേട്ടോ. എനിക്ക് നിങ്ങളെ ആദ്യം കണ്ടപ്പോൾ തന്നെ എന്തൊക്കെയോ പന്തികേട് തോന്നിയതാ. പിന്നെ കുഞ്ഞിന് പാല് കൊടുക്കാൻ വന്നതുകൊണ്ട് കൂടുതലൊന്നും അന്വേഷിച്ചില്ല എന്നേ ഉള്ളൂ എന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ആ സമയത്ത് സേതുലക്ഷ്മി പറയും, തരുണേ നീ എന്താ അവളോട് ഇങ്ങനെയൊക്കെ പറയുന്നേ, നീ ഇങ്ങ് വന്നേ ഞാനൊന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കുറച്ച് മാറിയിട്ട് സംസാരിക്കാണ് കേട്ടോ. അവളുടെ കുഞ്ഞ് മരിച്ചു പോയത് നിനക്കറിയാലോ. നമ്മുടെ കുഞ്ഞിന് ഇപ്പൊ വേണ്ടത് എന്താ? ഒരു 5-6 മാസം പാല് കുടിക്കണ്ടേ കുഞ്ഞ്? അതിന് അവളെ ഒരു അനുഗ്രഹമായിട്ടാ ഞാൻ കരുതുന്നേ. നീ പെട്ടെന്ന് അവളോട് ഇങ്ങനെയൊക്കെ സംസാരിച്ചാ അവൾ എന്ത് കരുതും? ഇവളെ നമ്മുടെ വീട്ടിലാണ് നിൽക്കുന്നതെങ്കിൽ ആരും ഒരു ഗുണ്ടകളും നമ്മുടെ വീട്ടിലേക്ക് ഇവളെ തെരഞ്ഞു വരത്തില്ല. പാവല്ലടാ അവള് എന്ന് ചോദിക്കുമ്പോൾ തരുണ് നേരിട്ട് പോയിട്ട് പറയും, അതെ ഇപ്പൊ ഞങ്ങളുടെ കൂടെ തന്നെ പോര്. വേദ കാരണം എൻ്റെ മകൾക്ക് ഒരു പ്രശ്നം വരരുത്. ഞാൻ എന്തായാലും വേദയെക്കുറിച്ച് അന്വേഷിക്കാനൊന്നും പോകുന്നില്ല. പക്ഷെ എന്താ കാര്യമെന്ന് ഞങ്ങളോട് ഒരിക്കൽ പറയണം എന്നും പറഞ്ഞ് നിൽക്കുമ്പോൾ നമ്മുടെ സേതുലക്ഷ്മി പറയും കുഞ്ഞിനെ അവളുടെ അടുത്തേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അന്നേരം വേദയുടെ കയ്യിലല്ല കേട്ടോ കൊടുക്കുന്നത്, നേരെ അമ്മയുടെ കയ്യിലാണ്. എന്നിട്ട് തരുണ് പറയും, കുഞ്ഞിന് വിശക്കുന്നുണ്ടെങ്കിൽ എല്ലാം കഴിഞ്ഞ് കാറിലേക്ക് വന്നാൽ മതി, കാറിൽ ഞാൻ ഉണ്ടാവുന്നത്. അങ്ങനെ നമ്മുടെ വേദയാണെങ്കിൽ പാല് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുവാണ്. ഇത്രയായിരുന്നു കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തൊന്നും സപ്പോർട്ട് ചെയ്യണേ. ബൈ.